Welcome back to the part 3 of our birthday preparation vlog. ഓക്കെ, ലാസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ. ഇനി അധികം കാര്യങ്ങളൊന്നുമില്ല. ഓൾറെഡി ഞാൻ ഷോർട്ട് വീഡിയോയിലിട്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ തന്നെയുള്ളൂ ഇതിലും. ഇപ്പോൾ നമ്മൾ ആ ബർത്ത്ഡേ ബാനർ ഉണ്ടാക്കുകയാണ്. അത് ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് ചാർട്ട് പേപ്പർ ഞാൻ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാനിങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് എഴുതി കൊടുക്കാമല്ലോ. ഞാനിവിടെ യൂസ് ചെയ്യണത് ഒരു ബ്രഷ് പെന്നാണ്. അത് അക്രിലിക്കിൻ്റെ പെർമനൻറ്റ് അക്രിലിക് ബ്രഷ് പെന്നുണ്ടല്ലോ, നമ്മൾ മീഷോന്ന് വാങ്ങിയത് ലാസ്റ്റ് ടൈം. ഒരു 150 റുപ്പീസോ 129 റുപ്പീസോ അങ്ങനെ എന്തോ ആയിരുന്നു എൻ്റെ റേറ്റൊക്കെ കൃത്യമായിട്ട് ഓർമ്മയില്ല. ആ ഒരു ബ്രഷ് പെന്നാണ് എടുത്തിട്ടുള്ളത്. സാധാരണ ബ്രഷ് പെന്നോ സ്കെച്ചോ മാർക്കറോ ഹൈലൈറ്ററോ ഏതെങ്കിലും മതി. ഇനി അതൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പെയിൻറ്റും ബ്രഷും വെച്ച് എഴുതിയാലും മതി. ഇതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ എഴുതി കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഹാപ്പി ബർത്ത്ഡേ നമസ്വി ആൻഡ് അച്ച എന്നാണ് എഴുതി കൊടുക്കുന്നത്. അതിൽ തന്നെ ബർത്ത്ഡേ എന്നുള്ളത് ഞാൻ ഡേ എന്ന് എഴുതുന്നുള്ളൂ. കാരണം എനിക്ക് അത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു ചാർട്ട് പേപ്പർ ബർത്ത്ഡേ IRTH 2 കഷ്ണം ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ IRTH ശരിയാ, മൊത്തം എഴുതാനായിട്ട് തികയില്ലായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ എഴുതിയത് സെറ്റാക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇനി അതിനെ ഒരു റിബണിലേക്ക് അറ്റാച്ച് ചെയ്യാന്നുള്ള പരിപാടിയാണ്. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മീഷോന്ന് ഞാൻ മുന്നേ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വൈറ്റ് ലേസ് ഉണ്ടായിരുന്നു. അതിൽ കനം കുറഞ്ഞൊരു ലേസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോർമൽ സാറ്റിൻ റിബൺ ഇങ്ങനെ റോളായിട്ട് കിട്ടുമല്ലോ, അത് വാങ്ങാം. എൻ്റെ കയ്യിൽ ഇരുന്നൊരു സാറ്റിൻ റിബൺ ഇതിലേക്ക് തീരെ മാച്ചില്ലാത്തൊരു കളറാണ്. അപ്പോൾ അത് മൊത്തത്തിൽ വരുമ്പോൾ നമ്മുടെ ഡെക്കറേഷൻ ഒരു അഭംഗിയാവും എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ വൈറ്റ് ലേസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് സെലോ ടേപ്പ് വെച്ചിട്ട് ബാക്കിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണേ ഉള്ളൂ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഈ ലേസ് തിരിച്ചെടുത്തിട്ട് വേണമെങ്കിൽ റീയൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം. കൊല്ലം ബർത്ത്ഡേ ഉണ്ടല്ലോ, ആ ഒരു കണക്കിന് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ സിമ്പിളാണ്. ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. ഇതാകുമ്പോൾ നമ്മുടെ വൈറ്റ് ഓൾറെഡി നമ്മുടെ ചുമര് വൈറ്റാണ്, ഈ ലേസ് വൈറ്റാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഓരോ ബ്ലോക്കും ഇൻഡിവിജ്വലി ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുള്ള പോലെ ഉണ്ടാവുള്ളൂ. ഈ ലേസിന് വലിയ വിസിബിലിറ്റി ഉണ്ടാവില്ല. അതാണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 2 ലെയർ 3 ലെയറായിട്ടാണ് നമുക്ക് ഉള്ള സ്പേസിൽ അത് ഫിക്സ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് പറ്റണ പോലെ 2-3 പാർട്ടായിട്ട് ഈ ഒരു നോട്ട് അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, വാങ്ങിയാൽ മതി. വാങ്ങുകയാണെങ്കിൽ വാങ്ങണമെങ്കിൽ വാങ്ങാം. ഞാൻ വാങ്ങിയില്ല, ഞാനിങ്ങനെ ഉണ്ടാക്കി അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഞാനത് ഈ ഒരു ബോളിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ സൈഡിൽ നമ്മുടെ കൃഷ്ണരിക്കുണ്ട്, അവിടെ ഇരുന്നോട്ടെ. പിന്നെ ഇതാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബട്ടർഫ്ലൈ. ഒരു 82 ബട്ടർഫ്ലൈസ് ഉണ്ടാവും കേട്ടോ ഇത്. അപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ബാക്കിലേക്ക് നമ്മുടെ ഡബിൾ സൈഡ് ടേപ്പില്ലേ, ഫോം ടേപ്പ്, അതായത് കുറച്ചൊന്ന് പൊങ്ങി നിൽക്കുന്ന ടേപ്പ്, അതിങ്ങനെ കുഞ്ഞു പീസാക്കിയിട്ട് ഈ ബട്ടർഫ്ലൈയുടെ ബാക്കിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാണ് നമ്മൾ ചുവരിൽ സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിനൊരു പ്രശ്നമുള്ളത് എന്താ വെച്ചാൽ ചുവരുന്ന് ഇത് വലിച്ചിളക്കാൻ ശ്രമിച്ചാൽ പെയിൻ്റ് അടക്കം ഇളകി വരും. അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മുടെ കയ്യിലിപ്പോൾ ഇതേ ഉള്ളൂ. വേണമെങ്കിൽ ഗ്ലൂ ഡ്രോപ്സ് ഉണ്ടെങ്കിൽ ഗ്ലൂ ഡ്രോപ്സ് യൂസ് ചെയ്യാം. ഗ്ലൂ ഡ്രോപ്സ് നല്ലതാണ്. പക്ഷേ മറ്റേ കനം കുറഞ്ഞ ഡബിൾ സൈഡ് ടേപ്പ് ഇത് ചെയ്യാതിരിക്കാവും നല്ലത്. അത് അപ്പം തന്നെ അടർന്നു പോരും. ഞാനത് ഒട്ടിച്ചുകൊണ്ടിരിക്കല്ലേ 1-2 തവണ ഈ ഡബിൾ ടേപ്പ് ഒന്ന് ഇത് ഊരിപ്പോരൊക്കെ ഉണ്ടായി. എന്നിട്ട് നമ്മൾ വീണ്ടും ഒട്ടിച്ചു, പിന്നെ ഒട്ടിച്ചു കൊടുത്തോട്ടോ. പക്ഷേ അത്രയ്ക്ക് ബട്ടർഫ്ലൈസ് ഒന്നും അത്രയ്ക്ക് അങ്ങനെ പെട്ടെന്ന് പോകുന്നില്ലായിരുന്നു. ഇതിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് 4 തട്ടൊക്കെ തട്ടി അങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്ത് കൊടുത്തത്, ഈ ഒരു ബാനർ. അങ്ങനെ നമ്മൾ 2 പേരും കൂടി ഇത് ചുവരിൽ ഫിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ട് ഒരാൾ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് നല്ല ഇറിറ്റേറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഞാനും നമസ്വിയും കൂടെ ഈ ഒരു ബട്ടർഫ്ലൈസ് ഒട്ടിച്ച് തീരുന്നതിൻ്റെ ഉള്ളിൽ അടിയായിരിക്കണു. അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ്, ഇവളിങ്ങനെ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ ചെയ്യ്, ഇവിടെ ഒട്ടിക്കാം, ഞാൻ ഒട്ടിക്കാം. അങ്ങനെ ഞാനാണെങ്കിൽ ഞാനൊരു ഐഡിയയിൽ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ പ്ലാനൊക്കെ കോളമാക്കിയിട്ട് ഒട്ടിക്കുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഇതിൽ നടി നീയാണെങ്കിലും ഈ സിനിമ എൻ്റെതാണ്, ഞാൻ ഡയറക്റ്റ് ചെയ്തോളാം, എന്നെ കൂടുതൽ ഒപ്പീനിയൻ പറയാനും ഇതാക്കാനും വരണ്ടാന്ന്. പക്ഷേ നമ്മുടെ നടിക്ക് പ്രത്യേകിച്ച് വെളിവും വെള്ളിയാഴ്ചയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ചെവി കൊള്ളുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു സൈഡിൽ നിന്ന് ഒട്ടിക്കുന്നുണ്ട്, നമസിക്ക് തോന്നിയ പോലെ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവസാനമായപ്പോൾ ഇവിടെ ഒട്ടിക്കുക പൊസിഷൻ പറഞ്ഞു കൊടുത്ത് ഇവിടെ ഒട്ടിക്കുക അവിടെ ഒട്ടിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആളങ്ങനെ ഒട്ടിച്ചു. അതല്ലാതെ മാറിയിരിക്കുക നീങ്ങിയിരിക്കുക എന്ന് പറഞ്ഞിട്ടൊന്നും
ഒരു ഗുണം ഉണ്ടായില്ല. മാറിയിരിക്കാനും നീങ്ങിയിരിക്കാനും ഒന്നും നമ്മൾ റെഡിയേ ആയിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ, അവളുടെ ബർത്ത്ഡേയിൽ അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള പോലെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒട്ടിച്ച് വെക്കട്ടെ എന്ന്. അവസാനം ഞാനത് ഗിവ് അപ്പ് ചെയ്ത പോലെ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഞാനും നവസിയും കൂടെ അത് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തത് കേട്ടോ. 22-ാം തീയതിയാണ് കേട്ടോ നമ്മളത് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇത് 23-ാം തീയതിയാണ്. ഇന്നാണ് ഏട്ടൻ്റെ ബർത്ത്ഡേ. ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് പോയി. ഏട്ടൻ വന്നില്ല കേട്ടോ, സ്വാമിയായ കാരണം കല്യാണത്തിന് വന്നില്ല. അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് രാത്രി തിരിച്ച് വന്നിട്ട് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മൾ വ്രതത്തിലായതുകൊണ്ട് നമുക്ക് എഗ്ലെസ് കേക്ക് ഇവിടെ ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങാൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കി. ഒരു സ്പഞ്ച് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ ഒരു ചെറിയൊരു കേക്ക് വാനില സ്പഞ്ച് നമ്മൾ ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഇപ്പോൾ ഡെക്കറേഷൻ ഇപ്പോൾ തന്നെ സമയം നല്ല വൈകി കേട്ടോ. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാനൊന്നും നമുക്ക് അങ്ങനെ ആരും ഒന്നുമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ജെംസ് മിഠായി വാങ്ങിയിട്ട് അതൊന്ന് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ കേക്ക് നല്ല കേക്കായിരുന്നു, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പഞ്ച് കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ 6th ബർത്ത്ഡേയുടെ കാൻഡിലൊക്കെ വെച്ചിട്ട് നമ്മൾ ചെറിയൊരു കേക്ക് കട്ടിങ് നടത്തുകയാണ് കേട്ടോ. ഈ പോയിന്റിൽ എൻ്റെ താമസിക്ക് ഒരു ബർത്ത്ഡേ പാട്ട് പാടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾ അതൊന്ന് പാടിക്കോട്ടെ. Bells are ringing, we are singing. Bells are ringing, we are singing. We wish you dear, we wish you dear. Happy, happy, happy birthday to you. Happy, happy, happy birthday to you. May the God bless you. May the God bless you. May the God may the God bless you. ഓക്കെ. അപ്പോൾ പാട്ട് കഴിഞ്ഞു. അപ്പോൾ സ്വന്തം ബർത്ത്ഡേക്ക് സ്വന്തമായിട്ട് ബർത്ത്ഡേ വിഷ് ചെയ്യുന്നതാണ് നിങ്ങൾ കേട്ടത്. എനിവേ നമ്മുടെ വീഡിയോ ഏകദേശം തീരാറായി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇത്രയും ദിവസം കൊണ്ട് എടുത്ത പണികളൊക്കെയാണ് കണ്ടത്. ഡ്രസ്സ്, ബർത്ത്ഡേ ഡെക്കറേഷൻസ്, കേക്ക്, അങ്ങനെ. അപ്പോൾ ഞാൻ എന്തായാലും വളരെ ഹാപ്പിയാണ്, ഗ്രേറ്റ്ഫുള്ളാണ്, ചെറുതായിട്ടൊക്കെ കുറച്ച് പ്രൗഡുമാണ്. കാരണം ഞാൻ വിചാരിച്ച കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അത് ഈ ഇത്രയും സമയം കൊണ്ട് വിചാരിച്ച പോലെ ഏകദേശമൊക്കെ ചെയ്യാനൊക്കെ പറ്റിയിട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ബാലൻസ് ഉള്ള ഒരു പീസ് കേക്ക് ഞാൻ നിങ്ങൾക്കായിട്ട് വെച്ചിട്ട് ഈ വീഡിയോ അങ്ങ് വൈൻഡ് ചെയ്യണം കേട്ടോ. താങ്ക് യു. Thank you. കാണാടോ.